ഹലോ പ്രിയപ്പെട്ട എൻ്റെ എന്താ പറയുക മുത്തുമണികളെ, നമ്മളെ കലാപരിപാടിയല്ല ചികിത്സാ കലാപരിപാടി ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫതിൽ പറയുന്നുണ്ടല്ലോ, ഫതില് നമ്മളെ ശ്രേഷ്ഠത പറയുന്നുണ്ടല്ലോ, അത് തുടങ്ങാൻ പോകണം. അപ്പോൾ അതിൽ നിന്ന് കുറേ ആളുകളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ആളെ പരിചയപ്പെടുത്താം. നമ്മളെ ഫതിൽ പറയാൻ കൊമ്പങ്കാട് തറവാട്ടിൽ നിന്ന് ഒരു മുത്തുമണിയാണ് എത്തിക്കേണ്ടത്. അപ്പോൾ അവരിവിടെ പല പ്രാവശ്യം വന്നിരുന്നു. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. വരും നിങ്ങൾ വീടോടെ കൊമ്പങ്കാട്. പിന്നെ നിങ്ങള് ഇവിടെ എത്ര പ്രാവശ്യം വന്നു? കൊറേ വട്ടം വന്നല്ലേ. നിങ്ങൾ തമിഴ്പാപ്പ പൈസ കൊടുത്തിനോ? കൊറേ കൊടുത്തു. നിങ്ങളെ അസുഖം എന്താണ്? പള്ളിയിൽ കുറെ നവൂതില്ല, പള്ളി കുറെ കേട്ടങ്ങള്. ഇപ്പൊ അതല്ല, അതിന്റെ ദിവസം പർദ്ധമാസക്കല്ല പള്ളിനോട് നിൽക്കരുത്, അതൊക്കെ നമ്മൾ മാറ്റാൻ കേട്ടോ. പിന്നെ വേറെ സ്വകാര്യമുണ്ട്, അത് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. പിന്നെ നിങ്ങളെ പിന്നെ ചികിത്സ ഒക്കെ ഏത് ചികിത്സ ഇവിടെ നിന്ന് ക്യാഷ് ഒന്നും മാറും. നിങ്ങളെ ചികിത്സ കഴിഞ്ഞിട്ടാണ്, എനിക്ക് പ്രഷറും പ്രമേയമാണ്, ഞാൻ ക്ലിനിക്കിൽ ബുക്ക് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് അതിന് പോകാൻ. അപ്പോൾ ഇതാണ് കൊമ്പങ്കാട്ട് തറവാട്ടിൽ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? ഷെയ്ന. തരുണിമണി മുത്തുമണി വന്നിട്ടുണ്ട്. അപ്പോൾ മുത്തുമണി ഷെയ്ൻ എന്ത് ചെയ്യും? അവിടെ കുറെ തരുണി മുത്തുമണി അവിടെ പോയിരുന്നു കേട്ടോ. അപ്പൊ കടകള് ഞാനിത് കഴിഞ്ഞിട്ട് ചികിത്സ ബുക്കിംഗ് ചെയ്തിരുന്നു. പ്രഷർ കൊണ്ട് തീരെ വയ്യ, സുഖമില്ല, ക്ലിനിക്കിൽ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങളെ താല്പര്യം. പിന്നെ മറ്റൊന്ന് ഫതിൽ പറയാനേ, ഇന്നലെ കുഞ്ഞാഴ്ച താത്ത അവിടെ വന്നിരുന്നു. കുഞ്ഞാഴ്ച താത്തയുടെ പശുവിന് പ്രസവത്തിന് ഭയങ്കര പ്രശ്നമാണ്. കുഞ്ഞാഴ്ച താത്തന്നെ പ്രശ്നം തീർക്കുള്ളൂ, പശുവിന് പ്രശ്നമൊക്കെ നമ്മൾ 100 ഇവിടെ തീർത്തു. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇവിടെ വരിക, തേന് വാങ്ങുക, ഇവിടെ പൈസ കൊടുക്കുക. എൻ്റെ അസുഖം ഞാൻ പുറത്തുനിന്ന് മാറ്റും, നിങ്ങളുടെ അസുഖം ഞാൻ ഇവിടെ മാറ്റും. പക്ഷെ ഞാൻ തങ്ങളല്ലോ, ഞാൻ ഇപ്പൊ കെട്ട് പറയട്ടെ. ഗുഡ് ബൈ.